നിരത്തുകളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ പായുകയാണ് ബസ്സുകൾ. അപകടങ്ങളും പതിവാകുന്നു. നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്താൽ ഭീഷണിയാണ് മറുപടി. വാർത്ത നൽകുന്ന മാധ്യമ പ്രവർത്തകരെയും വെല്ലുവിളിക്കുന്ന സ്വകാര്യ ബസ്സുകാരുണ്ട്. ചീറ്റപ്പുലി എന്ന ഒരേ ഒരു ബസ് മാത്രം അടച്ചത് 65 പിഴകളാണ്. ഇനി അടയ്ക്കാനുള്ളത് 45 പിഴകളും. നിയമലംഘനവും സാഹസിക യാത്രയും റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടു. ചീറ്റപ്പുലിയെ മാത്രമല്ല, സ്ഥിരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ബസ്സുകളെ എല്ലാം പൂട്ടുമെന്ന് മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ ഇംപാക്ട്. നിരത്തിലെ നിയമലംഘനങ്ങൾ പതിവാക്കിയ സ്വകാര്യ ബസ്സുകളുടെ ചീറിപ്പായലിൽ ജീവൻ പൊലിയുന്നത് സ്ഥിരം കാഴ്ചയായ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ TV ബസ്സുകളുടെ അമിത വേഗതയിലേക്ക് ക്യാമറ തിരിച്ചുവെച്ചത്. പിഴ പതിവാക്കുന്നവരും അമിത വേഗത ലഹരിയാക്കിയവരും സാഹസിക യാത്രകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കയ്യടി നേടുന്നവരും സ്വകാര്യ ബസ്സുകളുടെ കൂട്ടത്തിൽ നിരവധിയാണ്. 65 തവണ പിഴയടച്ച ഇനിയും 45 പിഴകൾ അടയ്ക്കാനുള്ള ചീറ്റപ്പുലി എന്ന ബസിന്റെ സാഹസിക യാത്രയും റിപ്പോർട്ടർ വാർത്തയാക്കി. അമിത വേഗതയും അശ്രദ്ധയും അനുസരണക്കേടും പതിവാക്കിയ ബസ് നിയമത്തെ കൂസാതെ നിരത്തിൽ പറക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. ഈ 65ഓളം പിഴയടക്കേണ്ടി വന്ന ഒരു ബസ്സിന് എങ്ങനെയാണ് റോഡിലൂടെ ബസ് ഓടിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. സാധാരണക്കാരൻ അരവയർ നിറയ്ക്കാൻ വേണ്ടി റോഡിലിറങ്ങി നടക്കുമ്പോൾ അവന്റെ മുകളിലൂടെ കയറിപ്പോകുന്നത് ഇത്തരത്തിലെ ചീറ്റപ്പുലികളാണ്. അപ്പൊ അവർക്ക് 1500 രൂപയുടെ പിഴ മതിയോ എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർ കാണിച്ച വാർത്ത എനിക്ക് കിട്ടി. അപ്പോൾ തന്നെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റഡിയിലാണ്. പുലിയൊക്കെ കാട്ടില് റോഡിൽ വേണ്ട. ദിവസങ്ങൾക്കകം ഗതാഗത മന്ത്രി ഇടപെട്ടിരിക്കുന്നു. ചീറ്റപ്പുലി എന്ന ബസിന്റെ പെർമിറ്റ് റദ്ദാക്കാനാണ് തീരുമാനം. ബസ്സുകളുടെ മത്സരയോട്ടം തടയാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അടിയന്തര യോഗം ചേരാനും തീരുമാനമുണ്ട്. ഇത്തരത്തിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന വണ്ടികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയല്ല, പെർമിറ്റ് തന്നെ റദ്ദാക്കുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ വിശദീകരിച്ചത്. MDDയുടെ അടക്കം കണ്ണുവെട്ടിച്ച് ചീറ്റപ്പുലി ബസ് എങ്ങനെ സർവീസ് നടത്തിയെന്നുള്ളത് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.